അയ്യോ വണക്കം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തലയിറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വേട്ടാവളിയൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ കുറച്ച് നേരങ്ങൾക്കകം വൈറലായി. അതിഭീകരമായിട്ട് ആ വീഡിയോ പ്രചരിച്ചു. സംഘപരിവാർ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെല്ലാം ഭയങ്കരമായി പ്രതിഷേധിച്ചു. പോരാത്തതിന് അതിനകത്ത് ഇവൻ ആരാണ്, ഇവൻ എന്താണ് ചെയ്യുന്നത്, ഇവൻ എവിടെയുള്ളവനാണ് എന്നിങ്ങനെയുള്ള യാതൊരു വിശദാംശവും ആർക്കും കിട്ടിയിരുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ, അതാരും ആയിക്കൊണ്ടോട്ടെ, ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും ജവഹർലാൽ നെഹ്റു ആയാലും ഇന്ദിരാഗാന്ധി ആയാലും മൻമോഹൻ സിംഗ് ആയാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തലയറുക്കണം എന്ന് പറഞ്ഞ് രംഗത്തെത്തുന്നവനെ പിടിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇന്ന് രാവിലെ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ബഹളം എന്ന് പറഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള ബഹളം. ഈ പ്രതിഷേധിച്ച സംഘപരിവാർ ഹാൻഡിലുകളുടെ താഴെ പോയി കിടന്നുകൊണ്ട് നമ്മുടെ നാട്ടിലെ മതമൗലികവാദികൾ അറുമാദിക്കുകയാണ്. കാരണം ഇവനെ അവന്മാർ കണ്ടെടുത്തു. അവൻ്റെ പേര് മിഥുൻ എന്നാണ്. പരപ്പനങ്ങാടി സ്വദേശിയാണ്. കായംകുളത്തെ ഒരു വ്യക്തിയാണ്. കായംകുളത്തുള്ള മിഥുനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തലയിറക്കണമെന്ന് പറയുന്നത്. എന്തൊരാനന്ദം, എന്തൊരു സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവന്മാർ രംഗത്തെത്തിയിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. ഇവൻ ഹിന്ദു ആയിക്കഴിഞ്ഞാൽ മാത്തന് വെറും മയിലാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഹിന്ദു ആയതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തലയിറക്കാൻ അവൻ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് ഇവിടെയുള്ള ഹിന്ദുക്കൾ എല്ലാം പേടിച്ച് അങ്ങ് അടങ്ങിയിരിക്കും എന്ന് വിചാരിച്ചെങ്കിൽ അങ്ങനെ വിചാരിച്ച ആൾക്കാർക്ക് തെറ്റിപ്പോയി. രണ്ടാമത്തെ കാര്യം, ഇവൻ ഹിന്ദുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെല്ലാം കൂടെ ഇവനെ കയറി അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ് ചിന്തിച്ചവന്മാർക്ക് തെറ്റിപ്പോയി. ഇനിയിപ്പോൾ ഇവൻ സംഘിയാണെന്ന് പറഞ്ഞുകൊണ്ട് സംഘികളെല്ലാം കൂടെ ചാടിക്കേറി ഇവന് ഉമ്മ കൊടുത്ത് നമ്മുടെ ഈ സവാദിൻ്റെ വിഷയം വന്നല്ലോ. മറ്റേ സവാദ് എന്ന് പറയുമ്പോൾ മസ്താനി എന്ന് പറയുന്ന പെണ്ണിനെ ബസ്സിൽ കയറി സിബൂരി കാണിച്ചു വരുത്തുണ്ടല്ലോ. അന്ന് സവാദ് സിബൂരി കാണിച്ചപ്പോൾ സവാദിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇവിടെ ഉള്ള ഒരുപാട് സുഡാപ്പികൾ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. സുഡാപ്പികൾ രംഗത്തെത്തുക മാത്രമല്ല, സവാദിനെ വെളുപ്പിച്ച് അങ്ങ് സവാദിനെ അങ്ങ് മണ്ടയിൽ കൊണ്ടിരുത്തി ആ വിഷയം അങ്ങ് തണുപ്പിച്ച് ആറി വൃത്തിയാക്കി അവനെ ആ വെള്ളം അടിച്ചു കൊടുത്ത് അവൻ അടുത്ത ബസ്സിൽ കയറി അടുത്ത പെണ്ണിനെ സിബൂരി കാണിക്കാനായിട്ട് തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ ആ സമയം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് ഗുരുവായൂർ ക്ഷേത്രത്തിന് അടുത്തുള്ള ഹോട്ടലിൽ ഒരു തുളസിത്തറയുണ്ട്. ആ തുളസിത്തറ വിളക്കൊക്കെ കത്തിക്കുന്ന ഒരു തുളസിത്തറയാണ്. അങ്ങനെ വിളക്കൊക്കെ കത്തിക്കുന്ന തുളസിത്തറയുടെ മുമ്പിൽ ഗുഹ്യരോമം പറിച്ചിട്ട് എന്ന് പറഞ്ഞ് ആ സമയത്ത് ഒരു തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിടിച്ച അവനെ പോലും സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു. അവൻ മാനസിക രോഗിയാണ്, അവൻ്റെ മാനസിക വൈകല്യം കൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് കുറേ എണ്ണം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അവനെയും സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതായത് ഇത് നമ്മുടെ ആളാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും, പക്ഷേ അപ്പുറത്തവരുടെ ആളാണെങ്കിലോ അവരെ നമുക്ക് താറടിക്കാം എന്നുള്ള രീതിയിലുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മുടെ കേരളത്തിൽ വളരെ കാലമായിട്ട് നടന്നു പോകുന്നത്. നിങ്ങൾക്ക് തെറ്റിപ്പോയി. അതായത് അവൻ ഹിന്ദു ആണെങ്കിൽ ഇവിടെ ഹിന്ദുക്കളാണ് അവനെ ആദ്യമായിട്ട് പിടിച്ച് അടിയും കൊടുത്ത് തുണിയും പറിച്ച് പോലീസിലേൽപ്പിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സനൂഫ് എന്ന് പറഞ്ഞ തന്നെ പിടിച്ചിട്ടുണ്ട്. അവൻ പഹൽഗാം അറ്റാക്ക് നടന്നപ്പോൾ ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നുകളഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ കമൻ്റ് ഇട്ടു. ആ സോഷ്യൽ മീഡിയ കമൻ്റ് ഇട്ടിട്ട് അവൻ ഗൾഫിൽ നിന്നാണ് അത് ഇട്ടത്. ഇവിടെ വന്നപ്പോൾ പോലീസ് ഇവിടെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത് അവൻ അകത്തായി കഴിഞ്ഞപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ കുറേ മതമൗലികവാദികൾ ഉണ്ടായിരുന്നു. അവൻ ഇതിൽ നിരപരാധിയായിരിക്കാനാണ് സാധ്യത. നിരപരാധിയായ ഒരു വ്യക്തിയെ ഇങ്ങനെ ക്രൂശിക്കുന്നത് ശരിയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാരെല്ലാം കൂടെ അതിഭീകരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് പൊളയ്ക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ പൊളയ്ക്കുന്ന ഒരുപാട് കേസുകൾക്കിടയിൽ ഒരുത്തൻ അവൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൊല്ലുമെന്ന് പറയുന്നു, അല്ലെങ്കിൽ തലവെട്ടുമെന്ന് പറയുന്നു. ഇങ്ങനെ തലവെട്ടുന്ന ഒരു ഹിന്ദു ഒരു സംഘിയായി കഴിഞ്ഞാൽ ഗോളിനി നമ്മുടെ പോസ്റ്റിലാണ്, നമ്മൾ അടിച്ച് അവൻ്റെ അണ്ണാക്കിലോട്ടിട്ട് കൊടുക്കും എന്ന് പറയുന്നവന്മാർക്കാണ് യഥാർത്ഥത്തിൽ തലയ്ക്കോളം എന്ന് പറയുന്നത്. അങ്ങനെ പറയുന്നവന്മാർക്കാണ് യഥാർത്ഥത്തിൽ തലയ്ക്കോളം എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ ഒരുത്തൻ ഉണ്ടെങ്കിൽ അവനെ ആദ്യം പിടിച്ച് അടിയും കൊടുത്ത് പോലീസിലേൽപ്പിക്കാൻ കാത്തിരിക്കുന്നത് ഇവിടെയുള്ള ഹിന്ദുക്കൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലെ പല വീഡിയോകളും ഞാൻ ശ്രദ്ധിച്ചു. അതിനകത്ത് ഇവൻ ഈ ആഹ്വാനം ചെയ്യുന്നുള്ളത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തലയിറക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഇവൻ്റെ പേര് ആർക്കും അറിയില്ല, ഇവൻ്റെ ജാതിയോ മതമോ ഒന്നും തന്നെ ആർക്കും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ അവരുടെ വീഡിയോ തുടങ്ങുന്നത്. ഞാൻ പോലും അങ്ങനെയാണ് ആ വീഡിയോ തുടങ്ങിയിരിക്കുന്നത്. അതിനുശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്ത പല കാര്യങ്ങൾ, പ്രധാനമന്ത്രിക്ക് ഇന്ന കാര്യം ചെയ്തതുകൊണ്ട് ഇന്ന ആൾക്കാർക്ക് പ്രധാനമന്ത്രിയോട് വെറുപ്പുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ ഇട്ടു. അപ്പോൾ അതിനുശേഷം ഈ ഒരു വ്യക്തി ഉണ്ടല്ലോ, ഈ വ്യക്തി, അതായത് ഇവൻ്റെ പേര് പോലും അറിഞ്ഞുകൂടാ, പേരറിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, താടി നീട്ടി വളർത്തിയ മീശ കുറച്ചുള്ള ഒരാൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ യുവമാരെല്ലാം കൂടെ ചാടി ഇറങ്ങി ഇത് എന്നെ ഉദ്ദേശമാണ്, എന്നെ തന്നെ ഉദ്ദേശമാണ്, എന്നെ മാത്രം ഉദ്ദേശമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. അതായത്
നമ്മൾക്കിടയിലുള്ള ആൾക്കാരാണ് പ്രധാനമന്ത്രിയെ കൊല്ലണമെന്ന് മോഹിച്ചിരിക്കുന്നത് എന്ന് ചില ആൾക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റൂല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ നിങ്ങളിവിടെ മറ്റേ ലോകരാജ്യങ്ങളിൽ നിന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഇവിടെയുള്ള മതമൗലികവാദികൾ ഇവിടെ നിന്ന് പറയണം ജൂതനായിരിക്കും എന്ന് പറയണം. അല്ലാതെ ഇതിൽ വേറൊരു നിവൃത്തിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അവനെ പിടിച്ചിട്ടുണ്ട്. അവൻ്റെ പേര് മിഥുൻ എന്നാണ്. അവനെതിരെ പോലീസിൽ, അതായത് DGPക്ക് പരാതി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നല്ല, ഇന്ത്യൻ പട്ടാളത്തെ എന്നല്ല, ഇന്ത്യയുടെ അഖണ്ഡതയും ഐക്യത്തെയും ചോദ്യം ചെയ്യുന്ന, അതിനെ അവഹേളിക്കുന്ന ഏതൊരുത്തനുണ്ടെങ്കിലും അവൻ ഹിന്ദു ആയിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ, മുസ്ലിം ആയിക്കൊള്ളട്ടെ, അവനെ പിടിച്ച് ഇടിയും കൊടുത്ത് തുണിയും പറിച്ച് ഇടിച്ചുരുട്ടി അകത്തെടുത്തിടും. അതിനിവിടെ നിയമ സംവിധാനങ്ങളുണ്ട്, അത് അവർ നോക്കിക്കോളും. അതിന് പരാതി കൊടുക്കാൻ കൽപ്പുള്ള ആളുകളും ഇവിടെയുണ്ട് എന്നുള്ളതാണ്. ആ സമയത്ത് ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് ചില ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ നമുക്കതിലൊന്നും ചെയ്യാനായിട്ട് പറ്റൂല എന്ന് മാത്രമേ എനിക്ക് നിലവിൽ പറയാനായിട്ടുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, അവൻ ഹിന്ദു ആണെങ്കിൽ മാത്തന് വെറും മയിലാണ്. അപ്പം ശരി.